BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിൽ ലീഗ് തന്നെ മത്സരിക്കും. തിരുവമ്പാടി നൽകി പട്ടാമ്പി കോൺഗ്രസുമായി വച്ച് മാറിയേക്കും. അതേസമയം തന്നെ കോങ്ങാട് സീറ്റ് കോൺഗ്രസിന് നൽകി ബാലുശ്ശേരി ഏറ്റെടുക്കാനും സാധ്യതയേറെയാണ്. പുനലൂർ നൽകി ചടയമംഗലത്തും ലീഗ് മത്സരിക്കാനും സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മഞ്ചേശ്വരത്ത് AK അഷ്റഫ, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, ഏറനാട് PK ബഷീർ തന്നെ, മഞ്ചേരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുർക്കോളി മൊയ്തീൻ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, കളമശ്ശേരിയിൽ VE അബ്ദുൽ ഗഫൂർ എന്നിവർ മത്സരിക്കും. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലോ മലപ്പുറത്തോ ആയിരിക്കും മത്സരിക്കുക. PMA സലാമിനെയും അൻവർ നഹയെയും തിരുരങ്ങാടിയിലും, മലപ്പുറത്ത് മുജീബ് കാടേരിയെയും സുഹ്റാം മമ്മാട്ടിനെയുമാണ് പരിഗണിക്കുന്നത്. താനൂരിൽ PK നവാസിനെ പരിഗണിക്കുമ്പോൾ വള്ളിക്കുന്നിൽ PM സാദിഖലിയോ ഫൈസൽ ബാബുവോ സ്ഥാനാർത്ഥിയായേക്കും. കൊണ്ടോട്ടിയിൽ TV ഇബ്രാഹിമിനെ കൂടാതെ PMA സമീറിനെയും പരിഗണിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ CH റഷീദിനെയും TP അഷ്റഫിനെയും പരിഗണിക്കുന്നുണ്ട്. അതേസമയം പട്ടാമ്പി സീറ്റ് ലീഗിന് ലഭിച്ചാൽ MA സമദ് അല്ലെങ്കിൽ ഷിബു മീരാൻ സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് KM ഷാജിയാണ് സാധ്യത. കോഴിക്കോട് സൗത്തിൽ MK മുനീർ ഇല്ലെങ്കിൽ PK ഫിറോസ് മത്സരിച്ചേക്കും. പേരാമ്പ്രയിൽ TT ഇസ്മായിലിനോ അസീസ് മാസ്റ്റർക്കോ ആണ് സാധ്യത. ബാലുശ്ശേരിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി, അഴീക്കോട് കരീം ചേലേരി, കൂത്തുപറമ്പിൽ ജയന്തി രാജൻ, ചടയമംഗലത്ത് സുൽഫീഖർ എന്നിവർ മത്സരിച്ചേക്കും. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.